ആത്മീയ പോരാട്ടം നമ്മൾ സാധാരണയായി കേൾക്കുന്ന ഒരു വാക്കാണ്. ആത്മീയ പോരാട്ടം പല പ്രാവശ്യം ഞാൻ നിങ്ങളോട് അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇന്ന് അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ സ്റ്റെപ്സിനെ കുറിച്ച്, എങ്ങനെയാണ് ആത്മീയ പോരാട്ടം നമ്മുടെ ജീവിതത്തിൽ ഫലപ്രദമായി നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതും വളരെ പ്രാക്ടിക്കലായുള്ള കുറേ സ്റ്റെപ്സും കാര്യങ്ങളുമാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതിനാധാരമായി നമ്മൾ സാധാരണഗതിയിൽ വായിക്കുന്ന ഒരു വചനം തന്നെയാണ് 2 കൊരിന്ത്യർ 10-ാം അധ്യായം അതിൻ്റെ 3 മുതലുള്ള വാക്യങ്ങൾ. 2 കൊരിന്ത്യർ 10-ാം അധ്യായം അതിൻ്റെ 3 മുതലുള്ള വാക്യം എങ്ങനെയാണ്? ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവർ എങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡികങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവ സന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞു ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ എല്ലാ അനുസരണക്കേടിനും പ്രതികാരം ചെയ്യുവാൻ ഒരുങ്ങിയും ഇരിക്കും. ആമേൻ. ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഇതാണ് അതിന്റെ തുടക്കം. ആത്മീയ പോരാട്ടം എന്നുള്ളതിന് സാധാരണ രീതിയിൽ ആത്മീയ കോണത്തിൽ സ്ഥിരമായി നമ്മൾ കേൾക്കുന്ന ഒരു വാക്ക് തന്നെയാണ് ആത്മീയ പോരാട്ടം എന്നുള്ള വാക്ക്. എന്നാൽ ആ വാക്കിന് ഒത്തിരി അർത്ഥങ്ങളുണ്ട്. നമ്മൾ സാധാരണ രീതിയിൽ കേൾക്കുന്ന പോലെ ഒരു യുദ്ധം എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ അതിനെ കാണുക. എന്നാൽ ബൈബിൾ നമ്മൾ എന്താണ് അതിൽ നിന്ന് പഠിപ്പിക്കുന്നത്, നമ്മൾ എങ്ങനെയാണ് യഥാർത്ഥമായി എഫക്റ്റീവായി ഈ പോരാട്ടത്തിൽ ഏർപ്പെടുന്നത്, അതിനെ എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. അതിനെന്തുമാത്രം നമ്മുടെ ജീവിതത്തിൽ പ്രസക്തി ഉണ്ടെന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ന്യൂ ലിവിംഗ് ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ NLT വേർഷനിൽ ഇങ്ങനെയാണ് പറയുന്നത്: വി ആർ ഹ്യൂമൻ, നമ്മളെല്ലാവരും മനുഷ്യരാണ്. ബട്ട് വി ഡോണ്ട് വേജ് വാർ ആസ് ഹ്യൂമൻസ് ഡു. മനുഷ്യർ ചെയ്യുന്ന പോലെ നമ്മൾ യുദ്ധം ചെയ്യുന്നില്ല. നമ്മൾ മനുഷ്യരാണ്, പക്ഷെ സാധാരണ മനുഷ്യർ ചെയ്യുന്ന പോലെ നമ്മൾ യുദ്ധം ചെയ്യാറില്ല. വി യൂസ് ഗോഡ്സ് മൈറ്റി വെപ്പൺസ്. നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ശക്തിയോ നമ്മുടെ മിടുക്കോ നമ്മുടേതായിട്ടുള്ള യാതൊന്നുമല്ല, ദൈവത്തിന്റെ മൈറ്റി വെപ്പൺസ് ആണ്. ദൈവത്തിന്റെ ശക്തമായ ആയുധങ്ങളെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നോട്ട് വേൾഡ്ലി വെപ്പൺസ്, ഈ ലോകപരമായുള്ള ആയുധങ്ങളല്ല. ടു നോക്ക് ഡൗൺ ദ സ്ട്രോങ് ഹോൾഡ്സ് ഓഫ് ഹ്യൂമൻ റീസണിങ്, അതായത് ഭയങ്കരമായുള്ള കോട്ടകളെ ഇടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് മാനുഷികമായ യാതൊന്നുമല്ല, ദൈവത്തിന്റെ ശക്തിയേറിയ ആയുധങ്ങളാണ്. അപ്പോൾ എന്താണ് ഈ കോട്ടകൾ എന്നാണ് നമ്മൾ ആദ്യം ചിന്തിക്കുന്നത്. ഈ കോട്ടകൾ എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ ഏതൊരു കോട്ടയും നിർമ്മിക്കുന്നത് 1-2 കല്ലുകൾ കൊണ്ടല്ല, ഒത്തിരി അധികം കല്ലുകൾ കൊണ്ടാണ്. നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ മനസ്സിലാകും ഈ കോട്ടകളെ നിർമ്മിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവിടെ എഴുതിയിട്ട് ഇങ്ങനെയാണ്: തോട്ട്സ് ആൻഡ് ആർഗ്യുമെന്റ്സ് എന്നാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ ചിന്തകളും ഓരോ സ്റ്റോൺ കണക്കാണ്, ഓരോ കല്ല് പോലെയാണ്. നമ്മൾ 1-2 കല്ലുകൾ വെച്ചത് കൊണ്ട് മാത്രം ഒരു കോട്ട ഉണ്ടാകത്തില്ല. ഒറ്റ ദിവസം കൊണ്ട് ഒരു കോട്ട ഉണ്ടാകത്തില്ല. ഒരു ചിന്ത, അത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും, ആ ചിന്തനമേൽ മറ്റൊരു ചിന്ത, മറ്റൊരു ചിന്ത, ഇങ്ങനെ ചേർത്ത് വെച്ച് പണിതാൽ മാത്രമേ ഒരു കോട്ട ഉണ്ടാകൂ. ഇങ്ങനെയുള്ള പല കോട്ടകൾക്കകത്താണ് ശത്രു നമ്മുടെ ജീവിതത്തിൽ മറഞ്ഞിരിക്കുന്നത്. അവന്റെ പ്ലാൻസും സ്കീംസും നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാക്കിയെടുക്കുന്നത് ഇങ്ങനെ ചില കോട്ടകൾ ഉണ്ടാക്കി വെച്ചിട്ടാണ്. ഈ ചില ആളുകളൊക്കെ ഇങ്ങനെ ഒരു കോട്ട, ദൈവത്തിന് എഗെയിൻസ്റ്റായി ചില കോട്ടകൾ ഉണ്ടാക്കി അതിനകത്ത് താമസിക്കും. ദൈവത്തോട് പോലും അവർക്ക് ദേഷ്യമാണ്. കാരണം ദൈവത്തോടുള്ള കൈപ്പേറിയ ചിന്തകൾ അവർ ഇങ്ങനെ ചിന്തിച്ച് പ്രോത്സാഹിപ്പിച്ച് അതിനെ അടിക്കടി അടുക്കി വെച്ച് ഒരു ദൈവത്തോടൊരു ഒഫൻസിന്റെ ഒരു വലിയ കോട്ട പണി. പിന്നെ അവർ എന്ത് കാര്യം കണ്ടാലും ചിന്തിച്ചാലും അത് ഈ കോട്ടയ്ക്കകത്തിരുന്നാ ചിന്തിക്കുന്നത്. ദൈവത്തിന് പോലും അവരടുക്കിലേക്ക് ഇറങ്ങി വരാൻ, അവരെ തൊടാൻ പറ്റാത്ത വണ്ണം അവർ ആ കോട്ടയെ ബിൽഡ് ചെയ്ത് വയ്ക്കും. നമുക്ക് നമ്മുടെ ലൈഫിൽ ചിന്തിച്ചാൽ അറിയാൻ പറ്റും. വലിയ സംഭവമായിട്ട് ചിന്തിക്കേണ്ട, സിമ്പിളായി ചിന്തിച്ചാൽ മതി. നിങ്ങൾ എന്ത് ചിന്തയാണോ എന്റർടൈൻ ചെയ്യുന്നത്, നിങ്ങൾ കൂടുതലായി പ്രോത്സാഹിപ്പിക്കുന്നത്, ആ ചിന്തയ്ക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കോട്ട പണിയാൻ നിങ്ങൾ അവസരം കൊടുക്കുകയാണ്. അത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും. അപ്പോൾ ഇത്തരത്തിലുള്ള ചിന്തകള് നമ്മുടെ ജീവിതത്തിൽ, ഞാൻ ഇങ്ങനെ പറയും, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കള്ളങ്ങൾ കൊണ്ട് പലപ്പോഴും കോട്ടകൾ പണിയാറുണ്ട്.
യഥാർത്ഥ ദൈവത്തിന്റെ വചനം നമ്മളെക്കുറിച്ച് എന്ത് പറയുന്നു, നമ്മുടെ ജീവിതത്തെ കുറിച്ച് എന്ത് പറയുന്നു, ദൈവത്തിന് നമ്മോടുള്ള അഫക്ഷനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മോടുള്ള കാഴ്ചപ്പാടിനെ കുറിച്ച് എന്ത് പറയുന്നു, ഇത് നമ്മൾ ചിന്തിക്കാതെ ഈ ലോകപരമായിട്ടുള്ള കാര്യങ്ങളും സോഷ്യൽ മീഡിയകളും ഡെയിലി അഫേഴ്സും നമ്മുടെ സെൻസുകളും നമ്മോട് എന്ത് പറയുന്നോ അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിച്ച് നമ്മളൊരു വലിയ കോട്ട പണിത് കഴിഞ്ഞാൽ പലപ്പോഴും അത് കള്ളത്തിന്റെ ഒരു കൂമ്പാരമായിരുന്നു. ഒരു കള്ളം നിങ്ങൾ വിശ്വസിക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾ ആ കള്ളത്തിന്റെ ഉപജ്ഞാതാവിനെ ശക്തിപ്പെടുത്തുകയാണ്. ശ്രദ്ധിച്ചു കേൾക്കുക. ഒരു കള്ളം അതാര് പറഞ്ഞായാലും ശത്രുവിൽ നിന്ന് വരുന്ന ഒരു കള്ളത്തെ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ നിങ്ങൾ ആ ശത്രുവിന് ഒരു ശക്തി കൊടുക്കുകയാണ്, നിങ്ങൾ ബലം കൊടുക്കുകയാണ്. കാരണം നിങ്ങൾ ആ കള്ളം പറഞ്ഞ ആളെ വിശ്വസിക്കുമ്പോൾ ആ വ്യക്തിയെ നിങ്ങൾ ബലപ്പെടുത്തുകയാണ്, അല്ലെ നിങ്ങളുടെ ലൈഫിനകത്ത് ഒരു ഹോൾഡ് കൊടുക്കുകയാണ്. ഈ ഹോൾഡാണ് പിന്നെ സ്ട്രോങ് ഹോൾഡായി മാറുന്നത്. അതായത് ഒരു കള്ളം ഞാൻ പറഞ്ഞു, അതൊരു സ്റ്റോൺ പോലെ വെച്ചു, അടുത്ത സ്റ്റോണായി, ഇങ്ങനെ ചില കല്ലുകൾ വെച്ച് വരുമ്പോഴാണ് ഒരു കോട്ട പണിയുന്നത്. അതായത് ഒരു കള്ളം ആ കള്ളം പറഞ്ഞ ആളെ ബലപ്പെടുന്ന പോലെ തന്നെ ഒത്തിരി കള്ളങ്ങൾ ആ ശത്രുവിന് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു ഹോൾഡ് നിങ്ങൾ കൊടുക്കുകയാണ്. ഉദാഹരണം, നിങ്ങൾ ഒന്നിനും കൊള്ളത്തില്ല എന്നൊരു ചിന്ത, നിങ്ങളെ ആരും അംഗീകരിക്കുന്നില്ല ചിന്ത, നിങ്ങളെ ആർക്കും വേണ്ട എന്നൊരു ചിന്ത, ഞാൻ ഒറ്റയ്ക്കാണ്, എന്നെ ആർക്കും വേണ്ട, എനിക്ക് ഒന്നിനും കഴിയത്തില്ല, ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മുടെ ലൈഫിൽ വന്നാൽ നമ്മൾ ഇങ്ങനെ ഒരു കോട്ട ബിൽഡ് ചെയ്ത് പിന്നെ അതിനകത്താണ്. പിന്നെ ആരെങ്കിലും നമ്മെ സ്നേഹിക്കാൻ വന്നാലും നമ്മെ സ്നേഹിക്കുന്ന ആഗ്രഹിച്ചാലും നമുക്ക് അവരുമായി മിങ്കിൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഫീൽ ചെയ്യും. കാരണം നമ്മൾ സെൽഫായിട്ട് കെട്ടിപ്പടുത്ത ഒരു കോട്ടയ്ക്കകത്ത് ശത്രുവിനൊരു സ്ട്രോങ് ഹോൾഡായി മാറി. ഇതിനെയാണ് ഇവിടെ കോട്ടകൾ എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ കോട്ടകളെ എങ്ങനെ ഇടിക്കാൻ പറ്റും? ഇവിടെ എഴുതിയിരിക്കുന്നതാണ് വി ഡിമോളിഷ്, നമ്മൾ ഇടിച്ചു കളയുന്നു. എങ്ങനെ? നമ്മുടെ ശക്തി കൊണ്ടല്ല, ദൈവത്തിന്റെ വെപ്പൺസ് ഉണ്ട്. ഇന്ന് ഈ വെപ്പൺസിനെ ചുരുക്കമായി ഒന്ന് സംസാരിച്ച് അതെങ്ങനെ പ്രാക്ടിക്കലി ഉപയോഗിക്കാമെന്നാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. നമ്മുടെ ലൈഫിനകത്തേക്ക് ശത്രു ഒത്തിരി ചിന്തകൾ ഡെയിലി കൊണ്ടുവരാറുണ്ട്. ഈ ശത്രുവിന്റെ ചിന്തകളെ നമ്മൾ ദൈവത്തിന്റെ വചനവുമായി ഒത്തു നോക്കാതെ അങ്ങനെ തന്നെ അങ്ങ് സ്വീകരിക്കുമ്പോൾ അതൊരു ഫൗണ്ടേഷൻ പോലെയോ ഒരു കല്ല് വെക്കുന്നത് പോലെയോ ആണ്. അടുത്ത പ്രാവശ്യം മറ്റൊരു കല്ല് അതിനോട് ചേർത്ത് വെക്കുകയാണ്. പലപ്പോഴും പലരുടെയും അഭിപ്രായങ്ങൾ നമ്മൾ അതുപോലെ അങ്ങ് സ്വീകരിക്കും. നമ്മെക്കുറിച്ചുള്ളതാവാം, ചിലപ്പോൾ തെറ്റായ കാര്യമായിരിക്കാം, പക്ഷെ നമ്മൾ അതിനെ ഒന്നും ചിന്തിക്കാതെ അങ്ങ് വിഴുങ്ങും. ആ ചിന്തകൾ അങ്ങനെ അടുക്കി വെച്ച് അതൊരു സ്ട്രോങ് ഹോൾഡ് ബിൽഡ് ചെയ്യപ്പെടും. ഇവിടെ പറയുകയാണ്, നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല, അതായത് ജഡപ്രകാരം ഫ്ലഷ് ആൻഡ് ബ്ലഡ്, നമ്മുടെ ആരോഗ്യം കൊണ്ടോ നമ്മുടെ ശക്തി കൊണ്ടോ ബുദ്ധി കൊണ്ടോ നമുക്ക് നേരിടാൻ പറ്റുന്നതല്ല. പകരം അത് ദൈവത്തിൻ്റെതായ ശക്തിയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് മാത്രമേ നമുക്കതിനെ തകർക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ഒരു സഖര്യാവിന്റെ പുസ്തകം 4-ാം അധ്യായം 6-ാമത്തെ വാക്യം പറയുന്നുണ്ട്, സൈന്യത്താലല്ല ശക്തിയാലല്ല ദൈവത്തിന്റെ ആത്മാവിനാൽ അത്രയും. അതായത് നമ്മുടേതായ മിടുക്ക് കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. അതാണ് ആത്മീയമായ ചില കാര്യങ്ങൾ. അതിനകത്ത് ദൈവത്തിന്റെ ആയുധങ്ങൾ, ദൈവം നമുക്ക് നൽകിയ ചില ആയുധങ്ങളുണ്ട്. അതുപയോഗിച്ച് മാത്രമേ നമുക്ക് ഈ കെട്ടിപ്പൊക്കിയ കോട്ടകളെ തകർക്കുവാനും ഇനി ഒരു കോട്ട പൊങ്ങാതിരിക്കാനും നമുക്ക് കഴിയത്തുള്ളൂ. അപ്പോൾ അതെങ്ങനെ നമുക്ക് നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാം? ഒന്ന് ആ വാക്യം കുറച്ചുകൂടി ഞാൻ വായിക്കാം. വി യൂസ് ഗോഡ്സ് മൈറ്റി വെപ്പൺസ്, നമ്മൾ ദൈവത്തിന്റെ ശക്തിയേറിയ മൈറ്റി വെപ്പൺസ്, ശക്തിയേറിയ ആയുധങ്ങളെ ഉപയോഗിക്കും. എന്തിനാണ്? ടു ഡിസ്ട്രോയ് ഹ്യൂമൻ റീസണിങ്, അതായത് മാനുഷികമായ ചില ചിന്തകൾ. റീസണിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കാര്യം സംഭവിച്ചാലും നമ്മൾ അതിന്റെ കാരണം കണ്ടെത്തും. അത് ദൈവത്തിന്റെ വചനവുമായി ബന്ധപ്പെടാവണമെന്നില്ല. നമ്മൾ വിചാരിക്കും ഇങ്ങനെ ആകാം, ഇതുകൊണ്ടാവാം എന്നിങ്ങനെ മാനുഷികമായ ഒരു റീസണിങ് കണ്ടെത്തും. എന്ത് മോശം കാര്യം സംഭവിച്ചാലും നല്ലത് സംഭവിച്ചാൽ നമ്മൾ പറയും ഇതുകൊണ്ടായിരിക്കും. അത് മനുഷ്യന്റെ ലോജിക്കാണ്. ഇങ്ങനെയുള്ള ലോജിക്കുകൾ, അതുപോലെ തന്നെ ഫോൾസ് ആർഗ്യുമെന്റ്സ്, ദൈവത്തിന് വിരുദ്ധമായി നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾ, ശത്രു നമ്മളെ വിശ്വസിപ്പിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ, രോഗം വരുന്നത് ദൈവത്തിൽ നിന്നാണ്. ഒരു എക്സാമ്പിൾ ഞാൻ പറയും. ഇതുപോലെ ഒത്തിരി കാര്യങ്ങൾ, ദൈവം നമ്മളെ അങ്ങനെ സ്നേഹിക്കുന്നില്ല, ഒറ്റപ്പെടുത്തുന്ന, അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കാണ്, ആരും നമ്മളെ വില തരത്തില്ല, നമുക്ക് വിലയില്ല, ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളുള്ള ആർഗ്യുമെന്റ്സ് ആയിക്കോട്ടെ, ഇതിനെയൊക്കെയും നമുക്ക് വലിച്ചു താഴാൻ പറ്റും, നമുക്ക് ഇടിച്ച് കളയാൻ പറ്റും. അടുത്ത വി ഡിസ്ട്രോയ് എവറി പ്രൗഡ് ഒബ്സ്റ്റക്കിൾ ദാറ്റ് കീപ്സ് പീപ്പിൾ ഫ്രം നോയിങ് ഗോഡ്. ദൈവത്തെ അറിയുന്നതിൽ നിന്നും മനുഷ്യരെ മാറ്റി നിർത്തുന്ന, അകറ്റി നിർത്തുന്ന ചില ഇങ്ങനെയുള്ള തടസ്സങ്ങളെ നമുക്ക് ഇടിച്ചു കളയണം. എങ്ങനെ? വി ക്യാപ്ചർ ദെയർ റിബല്ലിയസ് തോട്ട്സ്. നമ്മൾ അങ്ങനെയുള്ള മോശപ്പെട്ട ചിന്തകൾ, ശത്രു നമ്മുടെ ജീവിതത്തിൽ ഇരുന്നാൽ ദൈവത്തിന്റെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള, ദൈവത്തിന്റെ ആ സ്നേഹത്തിന് എഗെയിൻസ്റ്റ് പറയുന്ന എല്ലാ തോട്ട്സിനും നമ്മൾ എന്ത് ചെയ്യണം? പിടിച്ചെടുക്കണം. ക്യാപ്റ്റീവ് എന്ന വാക്ക് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് യുദ്ധത്തിലൊക്കെ പോയിട്ട് യുദ്ധ തടവുകാരായി ചില ആൾക്കാരെ പിടിച്ചുകൊണ്ടുവരും. അതുപോലെ
നമ്മുടെ ലൈഫിലേക്ക് ശത്രു കൊണ്ടുവരുന്ന നെഗറ്റീവ് തോട്ട്സിനെ നമ്മൾ നിയന്ത്രിക്കണം. നമ്മെ അതിനെ നിയന്ത്രിക്കാൻ വിട്ടുകൊടുക്കരുത്. നമ്മെ അറ്റാക്ക് ചെയ്യാനായി നമ്മൾ അനുവദിക്കരുത്. നമ്മൾ അതിനെ പിടിച്ചു കൊണ്ടുവന്ന്, ചിലപ്പോൾ അങ്ങനെയാ, പണ്ടത്തെ രാജാക്കന്മാര് യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ അവിടെയുള്ള ശത്രു സൈന്യത്തിന് ആളുകളെ കൊല്ലാതെ പിടിച്ചുകൊണ്ടുവന്ന് യുദ്ധ തടവുകാരായി ഇവിടെ പാർപ്പിച്ച് ഇവിടെ ജോലി എടുപ്പിക്കും. ശത്രു നമുക്കെതിരെ കൊണ്ടുവരുന്ന പല തോട്ട്സിനെയും നമുക്ക് നമ്മുടേതായ രീതിയിലേക്ക് അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും, മാറ്റുവാൻ കഴിയും. നമുക്ക് അതിനുള്ള പവറുണ്ട്. നമ്മൾ അതിന് കീഴ്പ്പെടേണ്ട ആവശ്യമില്ല, അതിന് അങ്ങനെ തന്നെ വിട്ടുകൊടുക്കേണ്ടതില്ല. കാരണം ഇവിടെ പറയുന്നുണ്ട്, വി ക്യാപ്ചർ ദ റിബല്യസ് തോട്ട്സ് ആൻഡ് ടീച്ച് ദം ടു ഒബേ ക്രൈസ്റ്റ്. നമ്മൾ അതിനെ പഠിപ്പിക്കും. എന്താണ്? നീ പറയുന്നത് പോലെ അല്ല ഞാൻ, അത് ക്രിസ്തുവിന്റെ മനസ്സനുസരിച്ച്, ഞാൻ ക്രിസ്തുവിന്റെ മനസ്സുള്ളവനാണ്, ഞാൻ ക്രിസ്തുവിന്റെ ശരീരമാണ്, ക്രിസ്തുവിന്റെ തലയെ മാത്രമേ ഞാൻ അനുസരിക്കത്തുള്ളൂ. ഈ തോട്ടിനെ ഞാൻ ഇങ്ങനെ പിടിച്ചെടുക്കണം, ഞാൻ അതിനെ ക്രിസ്തുവിനെ അനുസരിക്കാനായി പഠിപ്പിക്കണം, ഞാൻ അതിനെ അങ്ങനെ മാറ്റിയെടുക്കണം. ആൻഡ് ആഫ്റ്റർ യു ഹാവ് ബിക്കം ഫുള്ളി ഒബീഡിയന്റ്, നിങ്ങൾ അങ്ങനെ അനുസരണം തികഞ്ഞവരാകുമ്പോൾ, ഞാൻ ആ പാർട്ടിലേക്ക് പോകുന്നില്ല. മറ്റൊരു വേർഷൻ, ആംപ്ലിഫൈഡ് വേർഷൻ പറയുകയാണ്, ദ വെപ്പൺസ് ഓഫ് അവർ വാർഫെയർ ആർ നോട്ട് ഫിസിക്കൽ. നമ്മുടെ യുദ്ധം ചെയ്യുന്ന, ഇങ്ങനെ പോരാടുന്ന നമ്മുടെ ആയുധങ്ങൾ എന്ന് പറയുന്നത് ഇതുപോലെ ശാരീരികമായിട്ടുള്ള, ഭൗതികമായിട്ടുള്ള ഒന്നുമല്ല. പകരം our weapons are divinely powerful, ദൈവികമായി ശക്തിയുള്ളവയാണ്. ഫോർ ദ ഡിസ്ട്രക്ഷൻ ഓഫ് ഫോർട്രസസ്, അതായത് പറഞ്ഞ കോട്ടകൾ, നമ്മൾ ഉയർത്തിക്കെട്ടിയിരിക്കുന്ന, ശത്രു ഉയർത്തിക്കെട്ടിയിരിക്കുന്ന കോട്ടകളെ ഇടിപ്പാൻ അതിന് പവർ ഉണ്ട്. വി ആർ ഡിസ്ട്രോയിങ് സോഫിസ്റ്റിക്കേറ്റഡ് ആർഗ്യുമെന്റ്സ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇതുവരെ വിശ്വസിച്ചിരിക്കുന്ന ചില കള്ളങ്ങൾ, നമ്മൾ ഒരു ബിലീഫ് സിസ്റ്റം ഉണ്ടായിട്ടുണ്ട്. ചിലർക്കൊക്കെ ദൈവത്തെ കുറിച്ച് ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടുകളുണ്ടാവും. പലപ്പോഴും ദൈവത്തിന്റെ വചനത്തിന് വിരുദ്ധമായിരിക്കും. അങ്ങനെയുള്ള ആർഗ്യുമെന്റ്സ്, അതിനെ എവറി എക്സാൾട്ടഡ് ആൻഡ് പ്രൗഡ് തിങ് ദാറ്റ് സെറ്റ്സ് ഇറ്റ്സെൽഫ് അഗെയിൻസ്റ്റ് ദ ട്രൂ നോളജ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ അറിവിന്, അല്ലെങ്കിൽ ദൈവത്തെ കുറിച്ചുള്ള യഥാർത്ഥമായ അറിവിന് വിരോധമായിട്ടുള്ള എല്ലാ തോട്ട്സിനെയും നമ്മൾ എന്ത് ചെയ്യും? ഇടിച്ചു കളയും. എങ്ങനെയാണ് നമ്മൾ പിന്നെ ചിന്തിക്കും? ആൻഡ് വി ആർ ടേക്കിംഗ് എവറി തോട്ട്. നോക്കിയേ, ഓരോ ചിന്തയും ഒന്നിനെയും വെറുതെ വിടില്ല. നമ്മൾ ടോൾ ബൂത്തിൽ നിന്നിട്ട് ഓരോ വണ്ടിയും ട്രാക്ക് ചെയ്ത് വിടുന്ന പോലെ നമ്മളിലേക്ക് വരുന്ന തോട്ട്സിനെ, ചിന്തകളെ നമ്മൾ എന്ത് ചെയ്യും? ട്രാക്ക് ചെയ്യും. എവറി തോട്ട്, ഈച്ച് ആൻഡ് എവറി തോട്ട്, നമ്മൾ ഓരോ ചിന്തകളെയും എന്ത് ചെയ്യും? വി ആർ ടേക്കിംഗ് എവറി തോട്ട് ആൻഡ് പർപ്പസ്ലി ക്യാപ്റ്റീവ് ടു ദ ഒബീഡിയൻസ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിനോടുള്ള അനുസരണത്തിന് വേണ്ടി ഞാൻ പലതിനെയും പിടിച്ചെടുക്കും. ഉദാഹരണം, നിങ്ങളിപ്പോൾ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ഒത്തിരി ചിന്തകൾ വരുന്നു. ഒരു ചിന്ത വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ അതിനെ, വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ ചിന്തയെ ഒന്നുകൂടി പ്രോത്സാഹിപ്പിച്ച് വളർത്തിയെടുത്ത് വലുതാക്കി മറ്റൊരു ചിന്തയാക്കി അങ്ങനെ ബിൽഡ് ചെയ്ത് ഒരു വലിയൊരു കോട്ട പോലെ പണിയാം. വേണ്ട എങ്കിൽ ആ ചിന്ത വരുമ്പോൾ തന്നെ അപ്പോൾ തന്നെ എന്ത് ചെയ്യാം? നമുക്ക് അതിനെ ഡിസ്ട്രോയ് ചെയ്യാം, ക്യാപ്റ്റിവേറ്റ് ചെയ്തിട്ട്, ഇനി ഞാൻ പറയുന്ന മാത്രം നീ അനുസരിച്ചാൽ മതി, നിന്റെ ഇഷ്ടത്തിന് ഞാൻ എന്നെ വിട്ടുകൊടുക്കത്തില്ല എന്ന് പറഞ്ഞ് ആ തോട്ടിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിടിച്ചെടുക്കാൻ പറ്റും, ക്യാപ്റ്റിവേറ്റ് ചെയ്യാൻ പറ്റും. ഈ രണ്ട് ഓപ്ഷൻ നമുക്കുണ്ട്. ഞാൻ പലപ്പോഴും മെസ്സേജിനോട് സംസാരിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാ തോട്ട്സ് വരുമ്പോഴും ഈ രണ്ട് ഓപ്ഷൻസും അവൈലബിൾ ആണ്. നമുക്ക് ഏതിനെ വേണമെങ്കിലും കൾട്ടിവേറ്റ് ചെയ്യാം. അതുകൊണ്ടാണ് നമ്മൾ യാക്കോബ് ലേഖനം പഠിച്ചപ്പോൾ വളരെ വ്യക്തമായി പഠിച്ചു, ഒരു തോട്ട് വരുമ്പോൾ, ഒരു ചിന്ത വരുമ്പോൾ, ഒരു മോഹം വരുമ്പോൾ, ആ മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കും. അതായത് അതിന് ഗർഭം ധരിക്കാനുള്ളൊരു സിറ്റുവേഷനും സമയവും നമ്മൾ കൊടുത്താൽ, അതിനുള്ള അറ്റ്മോസ്ഫിയർ കൊടുത്താൽ, അത് തീർച്ചയായും ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കും. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അത് വരുമ്പോൾ തന്നെ അബോർട്ട് ചെയ്ത് കളയാനുള്ള ഓപ്ഷനും നമുക്കുണ്ട്. ഇവിടെ പറയാണ്, എവറി തോട്ട് വി ഹാവ് ടു ടേക്ക് ഇറ്റ് ക്യാപ്റ്റീവ്. നമ്മൾ എന്ത് ചെയ്യണം? അതിനെ പിടിച്ചെടുക്കണം. മറ്റൊരു വശം പറയാണ്, വി ഹാവ് ഡിവൈൻ പവർ ടു ഡിസ്ട്രോയ് സ്ട്രോങ് ഹോൾഡ്. എന്നോട് ചേർന്ന് പറയാം, എനിക്ക് ദൈവികമായ ശക്തിയുണ്ട്. എന്തിനാണ്? ഏത് ചിന്തയെയും ക്രിസ്തുവിനോട് അനുസരണത്തിനായി പിടിച്ചെടുക്കാൻ. വേണ്ടാത്ത ചിന്തകളെ ഇടിച്ചു കളയാൻ എനിക്ക് ഡിവൈൻ പവർ ഉണ്ട്. ഞാൻ കഴിവില്ലാത്തവനല്ല, ഞാൻ ഏതെങ്കിലും ഒരു ചിന്തയ്ക്ക് അഡിക്റ്റഡ് അല്ല, ഞാൻ അഡിക്ഷൻ അല്ല, ഞാൻ ക്രിസ്തുവിൽ സ്വതന്ത്രനാണ്. ക്രിസ്തു എന്നെ സ്വതന്ത്രനാക്കിയിരിക്കുമ്പോൾ ഞാൻ ഒന്നിനും കീഴിലല്ല. ഏത് ചിന്തയും എൻ്റെ കാൽ കീഴിലാണ്. എനിക്കതിനെ പിടിച്ചെടുക്കാനും അതിനെ വളർത്തണമെങ്കിൽ വളർത്താം, കൊല്ലണമെങ്കിൽ കൊല്ലാം, അങ്ങനെയുള്ള ഫുൾ പൊട്ടൻഷ്യൽ ഉണ്ട്. ഡിവൈൻ പവർ എനിക്ക് ദൈവം തന്നിരിക്കുന്നു. വി ഡിസ്ട്രോയ് ആർഗ്യുമെന്റ്സ്, സ്ട്രോങ് ഹോൾഡ്. കണ്ടോ? എവറി തോട്ട് വി ആർ ക്യാപ്റ്റിവേറ്റിംഗ് എവറി തോട്ട്. അതായത് ഓരോ ചിന്തകളെയും നമ്മൾ ക്രിസ്തുവിനനുസരണമായി പിടിച്ചെടുക്കും. ഇത് വളരെ പവർഫുൾ ആണ്, വളരെ നമ്മുടെ ലൈഫിൽ എന്താ പറയാ, പ്രാക്ടിക്കലാണ്. പലപ്പോഴും നമ്മൾ ഇന്ന് ആയിരിക്കുന്ന എന്തായിരിക്കുന്നു എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറത്തിവിട്ട നമ്മുടെ ചിന്തകളാണ്. ഈ അന്തരീക്ഷത്തിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഓരോ സിഗ്നൽസുകളാണ് നമ്മുടെ തോട്ട്സ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, നമ്മുടെ മൈൻഡിന് നമ്മുടെ തോട്ട്സിനെയും
ആക്ച്വൽ കാര്യങ്ങളെയും തിരിച്ചറിയാനുള്ള കപ്പാസിറ്റി ഇല്ല എന്നുള്ളത് സയന്റിഫിക്കലി പ്രൂവ്ഡ് ആണ്. അതായത് നിങ്ങൾ വെറുതെ ചിന്തിക്കുന്നതാണോ അതോ ആക്ച്വലി നിങ്ങൾ ചെയ്യുന്നതാണോ എന്ന് ബ്രെയിനിന് തിരിച്ചറിയാൻ കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ദിവസം മിനിമം ഒരു 6000 വേർഡ്സ് സംസാരിക്കും എന്നാണ് പറയുന്നത്. അതിൽ നമ്മൾ നമ്മോട് പറയുന്ന ഒത്തിരി വേർഡ്സ് ഉണ്ട്. എനിക്ക് ഭയങ്കര ക്ഷീണമാണ്, എന്നെ കൊണ്ട് കഴിയില്ല, എനിക്കത് ചെയ്യാൻ പറ്റത്തില്ല, ഇങ്ങനെയുള്ള നെഗറ്റീവ് വേർഡ്സ് പറയുമ്പോൾ മൈൻഡ് അതനുസരിച്ച് തന്നെ നമ്മുടെ ശരീരത്തെ റീപ്രോഗ്രാം ചെയ്യുകയാണ്. എന്നാൽ സയൻസ് തന്നെ പറയുന്നുണ്ട് നമുക്കൊരു 3 ദിവസം കൊണ്ട് നമ്മുടെ മൈൻഡിനെ റീവെയർ ചെയ്യാൻ പറ്റും. നോട്ട് കംപ്ലീറ്റ്ലി, പക്ഷെ ഒരു പരിധി വരെ നമുക്ക് മാറ്റാൻ പറ്റും. അതുകൊണ്ടാണ് രാവിലെ എഴുന്നേറ്റുള്ള ആദ്യത്തെ വാക്കുകൾക്ക് അത്രയും പവർഫുൾ ആണ്, അല്ലെങ്കിൽ ശക്തിയുണ്ടെന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ എഴുന്നേറ്റ ഉടനെ ആദ്യം പോയിരുന്നത് മൊബൈലിലേക്ക് ആയിരിക്കാം. പക്ഷേ നമ്മൾ ബെഡിൽ എഴുന്നേറ്റ ഉടനെ നമ്മളെ ഉള്ളിലേക്ക് വന്ന ചിന്തകളെ നമ്മൾ ക്യാപ്റ്റിവേറ്റ് ചെയ്തിട്ട് ദൈവത്തിന്റെ വചനത്തെ അതുമായി അലൈൻ ചെയ്ത് പറയുന്നത് വളരെ പവർഫുൾ ആയിരിക്കും. ഉദാഹരണത്തിന്, എൻ്റെ ഉള്ളിൽ ദൈവത്തിന്റെ അത്യന്തമായ ശക്തി വസിക്കുന്നു, മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു എൻ്റെ ഉള്ളിൽ വസിക്കുകയാണ്, ഞാൻ ദൈവത്തിന്റെ മന്ദിരമാണ്, ഞാൻ പരിശുദ്ധാത്മാവിനെ ചുമക്കുന്നവനാണ്, എനിക്ക് അസാധ്യമായ ഒന്നുമില്ല, ഞാൻ എവിടെ പോയാൽ എല്ലായിടത്തും ജയാളിയായിരിക്കും, യേശു ക്രിസ്തുവിനാൽ എനിക്ക് എല്ലാം സാധ്യമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളെ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡ് തന്നെ ഒരു പാത്വേ ഉണ്ടാക്കും. അത് നിങ്ങൾ നിങ്ങളുടെ കള്ളം പറയുകയല്ല, നിങ്ങൾ സത്യമാണ് വിളിച്ചു പറയുന്നത്. നിങ്ങളുടെ മൈൻഡ് അതനുസരിച്ച് റീപ്രോഗ്രാം ചെയ്യും, നിങ്ങളുടെ ശരീരത്തെ അതനുസരിച്ച് അലൈൻ ചെയ്യും, നിങ്ങളുടെ തോട്ട്സിനെ അലൈൻ ചെയ്യും. നിങ്ങൾ വെറുതെ പറയുകയല്ല. ആദ്യമൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ കള്ളം പറയുന്നത് പോലെ തോന്നും. പക്ഷേ അത് നിങ്ങൾ ശീലമാക്കുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ മൈൻഡ് അതിനനുസരിച്ച് പ്രിപ്പയർ ആവുന്നതാണ്. നമ്മുടെ വേർഡ്സിന് അത്രമാത്രം പവർ ഉണ്ട്. അതുകൊണ്ടാണ് തോട്ട്സിനും അത്രയും പവർ ഉണ്ട്. സോ തോട്ട്സിനെ, നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഓരോ തോട്ട്സും അത് ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമാണെങ്കിൽ, ഉദാഹരണത്തിന് ദൈവം നിന്നെ സ്നേഹിക്കുന്നില്ല, തീർച്ചയായും അത് ശത്രുവിന്റെ കള്ളമാണ്. ഒരിക്കലും ദൈവം നിങ്ങളെ സ്നേഹിക്കാതിരിക്കാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ വചനം പറയുന്നത് ഗോഡ് ഈസ് ലവ്. ദൈവം നിങ്ങളെ അധികമായി സ്നേഹിക്കുന്നുമുണ്ട്. അപ്പോൾ അതിന് അഗേൻസ്റ്റായി വരുമ്പോൾ ഒരു ചിന്തയും നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത്. നിങ്ങൾ പറയുകയും ചെയ്യരുത്, അയ്യോ ദൈവം പോലും എന്നെ കൈവിട്ടോ, എന്നെ ദൈവത്തിന് വേണ്ടയോ, ഇത് പറയരുത്. ഇത് പറയുമ്പോൾ അവിടെ നമ്മൾ പോലും അറിയാതെ ഒരു ബിൽഡിംഗ് ബ്ലോക്ക് പോലെ ഇങ്ങനെ കോട്ടകളെ പണിയുകയാണ്. പലപ്പോഴും നമ്മൾ പണിത കോട്ടകൾക്കകത്ത് നമ്മൾ താമസിക്കുമ്പോൾ ദൈവശബ്ദം കേൾക്കാനും മറ്റുള്ള സ്നേഹത്തെ അനുഭവിക്കാനും പറ്റാതെ വണ്ണം നമ്മൾ ഒരു അറയ്ക്കകത്തായി മാറും. എന്നാൽ അതിനെ അങ്ങനെ ആയിരിക്കുന്നെങ്കിലും വിഷമിക്കേണ്ട, അതിനെ ഇടിച്ചു കളയുവാൻ ദൈവം നമുക്ക് ശക്തിയേറിയ ആയുധങ്ങളെ നൽകിയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം 7 എണ്ണമാണ് ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒത്തിരി ഉണ്ടെങ്കിലും 7 ഡിവൈൻലി പവർഫുൾ ആയിട്ടുള്ള വെപ്പൺസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഒന്നാമത്തത് ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ വചനം. എഫേസ്യ ലേഖനം 6-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം പറയുന്നുണ്ട്, ദൈവവചനം എന്ന ആത്മാവിന്റെ വാൾ. അതായത് ശത്രു നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന ഏത് നെഗറ്റീവായിട്ടുള്ള വോയിസിനെയും കട്ട് ചെയ്യാൻ ദൈവത്തിന്റെ വചനം എന്ന പവർഫുൾ ആയിട്ട് ടൂൾ ദൈവം തന്നിരിക്കുകയാണ്. സോ ദൈവത്തിന്റെ വചനം നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നത്, വായിക്കുന്നത് നമ്മൾക്ക് ഏറ്റവും അധികം പ്രയോജനം ചെയ്യുന്നതാണ്. സ്പിരിച്വൽ വാർഫെയർ നിങ്ങൾ ഇന്ന് യാത്ര ചെയ്യുമ്പോൾ, നിങ്ങൾ ഡെയിലി ലൈഫിൽ ഓരോ കാര്യങ്ങളെയും എൻകൗണ്ടർ ചെയ്യുമ്പോൾ, നിങ്ങൾ ലൈഫിലേക്ക് വരുന്ന ഓരോ തോട്ട്സിനെയും കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്നത് ദൈവത്തിന്റെ വചനമാണ്. അത് ജെന്യൂൻ ആണോ നോക്കുന്നത് ദൈവത്തിന്റെ വചനം വച്ചിട്ടാണ്. ഈ ദൈവത്തിന്റെ വചനവുമായിട്ടുള്ള മിസ്മാച്ച് ചെയ്യുന്ന എല്ലാ തോട്ട്സിനെയും നമ്മൾ എന്ത് ചെയ്യണം? പിടിച്ചെടുക്കണം, അതിനെ മാറ്റണം. ക്രിസ്തുവിനുള്ള അനുസരണത്തിനായിട്ട് ഓരോ തോട്ട്സിനെയും നമ്മൾ പിടിച്ചെടുക്കണം. എബ്രായ ലേഖനം 4:12 പറയുകയാണ്, ദൈവത്തിന്റെ വചനം ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതാണ്. ഇറ്റ്സ് പവർഫുൾ, വെരി പവർഫുൾ. ദൈവത്തിന്റെ വചനത്തെ പോലെ ശക്തിയുള്ള മറ്റൊന്നില്ല. അപ്പോൾ ദൈവത്തിന്റെ വചനം നമ്മുടെ ലൈഫിൽ അധികമായി വാഴണം. ആ ദൈവത്തിന്റെ വചനം ഓരോ തോട്ട്സിനെയും ഫിൽട്ടർ ചെയ്യണം. കാരണം അതൊരു ഫിൽറ്ററിംഗ് പേപ്പർ പോലെയാണ്. അതിലൂടെ മാത്രമേ നമ്മൾ സ്വീകരിക്കാവൂ. അതിന് എഗൻസ്റ്റുള്ള ഓരോ തോട്ട്സിനെയും നമ്മൾ എന്ത് ചെയ്യാം? റിജക്റ്റ് ചെയ്യുക. ശത്രുവിന്റെ കള്ളങ്ങളെ തിരിച്ചറിയാൻ പറ്റുന്നതും ഒരു ലിറ്റ്മസ് പേപ്പർ പോലെ ദൈവത്തിന്റെ വചനം നമ്മളെ ഹെൽപ്പ് ചെയ്യും. രണ്ടാമത്തെ കാര്യം പ്രാർത്ഥന. എഫേസ്യ ലേഖനം 6:18 അതുപോലെ യാക്കോബിന്റെ ലേഖനം 5:16 ഒക്കെ പറയുന്നത് പ്രാർത്ഥനയെ കുറിച്ചാണ്. എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കുക. യേശു ഗെത്സമന തോട്ടത്തിൽ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥന എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആണ്. ടെംപ്റ്റേഷനിൽ വീണു പോകാതിരിക്കാൻ, നിങ്ങൾ പ്രലോഭനങ്ങളിൽ വീണു പോകാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കും. പ്രാർത്ഥന എന്ന് പറയുന്നത് അത്രമാത്രം ശക്തിയുള്ളതാണ്. നമ്മുടെ ലൈഫിലുള്ള ഏത് ടെംപ്റ്റേഷനെയും ഏത് വിഷയത്തെയും വെല്ലുവിളിയെ നേരിടാൻ പ്രാർത്ഥന നമ്മളെ സഹായിക്കും. ഞാൻ വളരെ വേഗത്തിൽ പോകാം. മൂന്നാമത്തേത് വിശ്വാസം, ഫെയ്ത്ത്. എഫേസ്യ ലേഖനം 6:16 പറയുകയാണ്, ദുഷ്ടന്റെ തീയമ്പുകളെ കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിച എടുപ്പിൻ. അതായത് നമ്മൾ എന്ത് വിശ്വസിച്ചിരിക്കുന്നു, നമ്മുടെ ഹൃദയം എന്ത് വിശ്വസിച്ചിരിക്കുന്നു എന്നുള്ളത് ശത്രുവിന്റെ പല ആയുധങ്ങളെയും നമുക്കെതിരെ വരുന്നതിനെയും ബ്രേക്ക് ചെയ്യാൻ നമ്മളെ സഹായിക്കും.
ഉദാഹരണത്തിനകത്ത് നിങ്ങളിപ്പം വിശ്വസിച്ചിരിക്കുകയാണ് നിങ്ങളെ ദൈവം അധികമായി സ്നേഹിക്കുന്നു. നിങ്ങൾ അതിനകത്ത് വളരെ സ്ട്രോങ് ആണെങ്കിൽ, അതിൽ ആ കാര്യത്തിൽ നിങ്ങൾ വളരെ അടിസ്ഥാനമിട്ടവരാണെങ്കിൽ, വേരൂന്നിയ ആളാണെങ്കിൽ, ശത്രു നിങ്ങളോട് എന്തു പറഞ്ഞാലും, ദൈവത്തിന്റെ സ്നേഹത്തിന് വിരുദ്ധമായി എന്തു പറഞ്ഞാലും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യില്ല. പകരം എന്ത് ചെയ്യും? നിങ്ങൾ ആ വിശ്വാസം എന്ന പരിച മുന്നോട്ട് പിടിക്കും. ഇല്ല, ഐ നോ മൈ ഗോഡ് ലവ്സ് മീ, എന്റെ ദൈവം എന്നെ സ്നേഹിക്കും. വേറെ എന്തൊക്കെ വന്നാലും ഈ ഷീൽഡിൽ തട്ടി വീഴും. ദാറ്റ്സ് ഫെയ്ത്ത്. നിങ്ങൾ വിശ്വസിക്കുകയാണ് യേശുവിന്റെ അടിപ്പിടരാൻ ഞാൻ സൗഖ്യമായിരിക്കുന്നു. ആ വിശ്വാസത്തിന്റെ ഷീൽഡ് കണ്ടിരിക്കുമ്പോൾ ശത്രു പറയുകയാണ് ദൈവം നിന്നെ പരീക്ഷിക്കാനായ രോഗം തരും, അത് വന്ന് ഈ ഷീൽഡിൽ തട്ടി താഴെ പോകും. അതായത് ഈ ഫെയ്ത്ത് എന്ന് പറയുന്നത് നമ്മൾ അകത്തെന്ത് വിശ്വസിച്ചിരിക്കുന്നോ അതാണ് നമ്മുടെ ശത്രു വരുന്ന എന്ത് ആയുധത്തെയും പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഒരു യുദ്ധകളത്തിൽ നിൽക്കുന്ന ഒരു പടയാളി തന്റെ ഫ്രണ്ടിൽ ഒരു ഷീൽഡിങ് വെച്ചിട്ടുണ്ടെങ്കിൽ, ബ്രസ്റ്റ് പ്ലേറ്റ് ആയിക്കോട്ടെ, കയ്യിലിരുന്ന ഷീൽഡ് ആയിക്കോട്ടെ, എന്തിനായിക്കോട്ടെ, ശത്രു അവിടെ നയിക്കുന്നത് എന്തിനേയും ഇവിടെ വന്ന് അത് തീരുമാനിക്കും അകത്തോട്ട് കടത്തി വിടണോ വേണ്ടേ എന്നുള്ളത്. അപ്പൊ നമ്മുടെ ഫെയ്ത്ത് സ്ട്രോങ് ആണെങ്കിൽ, നമ്മൾ ഏത് മേഖലയിൽ ഫെയ്ത്ത് സ്ട്രോങ് ആണോ, ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടായിക്കോട്ടെ, മനുഷ്യരെ കുറിച്ചൊക്കെ ആയിക്കോട്ടെ, എന്തും നമ്മൾ ഏത് മേഖലയിൽ സ്ട്രോങ് ആണോ ആ മേഖലയിൽ ശത്രുവിന് പിന്നെ വീക്ക് പോയിന്റ് ഇല്ല, അവിടെ തുളച്ചു കയറാൻ കഴിയത്തില്ല. സോ അപ്പോൾ ഒന്നാമത്തെ കാര്യം ദൈവത്തിന്റെ വചനം, 2 പ്രാർത്ഥന, 3 ഫെയ്ത്ത് വിശ്വാസം. 4-മത്തത് ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമം ഈസ് എ പവർഫുൾ ടൂൾ. യേശുവിന്റെ നാമം എന്ന് പറയുന്നത് നമുക്ക് ഈ ഭൂമിയിൽ ഉപയോഗിക്കാനായി ലഭിച്ചിരിക്കുന്ന ഏറ്റവും പ്രിവിലേജ്ഡ് ഒന്നാണ്. ഏറ്റവും അധികമായി നമുക്ക് ദൈവം നൽകിയിരുന്ന വളരെ പ്രിവിലേജ്ഡ്, എന്ത് പറയാം, മലയാളത്തിൽ പറയുമ്പോൾ നമുക്ക് ഒരു ഭാഗ്യം എന്ന് തന്നെ പറയാം, ഭാഗ്യകരമായ ഒരു പദമാണ്, ഒരു അവസ്ഥയാണ്. നമ്മൾ വെറും യേശു എന്ന നാമം പറയുകയല്ല, യേശു എന്ന നാമത്തെ ഉപയോഗിക്കുമ്പോൾ എന്താ പറയാ, യേശുവിനെ നമ്മൾ അതിനകത്ത് ഇടപെടുത്തുകയാണ്. ദ പേഴ്സൺ യേശു, യേശു എന്ന വ്യക്തി അതിനകത്ത് ഇടപെടുകയാണ്. ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിനകത്ത് അത്രമാത്രം ശക്തിയുണ്ട്. യേശുവിന്റെ നാമത്തെ പിതാവായ ദൈവം സകലത്തിന് മേലായ നാമമാക്കി മാറ്റിയതുകൊണ്ട് ഈ ലോകത്തിലുള്ള ശത്രുവിന്റെ സകല കാര്യങ്ങളും യേശുവിന്റെ നാമത്തിന് മുന്നിൽ മടങ്ങുകയാണ്, എല്ലാം സ്റ്റോപ്പ് ആവുകയാണ്. അപ്പൊ നമുക്ക് ശത്രു നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്ന ഓരോ തോട്ട്സിനെയും ബ്രേക്ക് ചെയ്യാനുള്ള 4-മത്തെ പവർഫുൾ ടൂളാണ് യേശുവിന്റെ നാമം. 5-മത്തത് യേശുവിന്റെ രക്തം. ഇത് വളരെ വ്യക്തമായി നമ്മൾ 1-2 മെസ്സേജ് കേട്ടിട്ടുള്ളതാണ്. യേശുവിന്റെ രക്തം നമുക്ക് വേണ്ടി സംസാരിക്കുകയാണ്. ഒരിക്കലും നമുക്ക് എഗെയിൻസ്റ്റ് അല്ല, നമ്മുടെ ദോഷത്തിനല്ല, നമ്മെ കുറ്റപ്പെടുത്താനല്ല, പകരം നമുക്ക് അനുകൂലമായി നമുക്ക് വേണ്ടി സംസാരിക്കുന്നതാണ് യേശുവിന്റെ രക്തം. ശത്രു നമ്മുടെ ചെവിയിലേക്ക് മന്ത്രിക്കുന്ന ഓരോ തോട്ട്സും, നീ കൊള്ളരുതാത്തവനാണ്, നീ പാപിയാണ്, നീ ഇത്രമാത്രം ക്രൂരനാണ്, നിന്റെ പാസ്റ്റ് ഇങ്ങനെയാണ്, നീ കഴിഞ്ഞ കാലങ്ങളിൽ മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്തവനാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ നമുക്ക് വേണ്ടി സംസാരിക്കുന്ന യേശുവിന്റെ രക്തം പറയുകയാണ്, നിന്റെ പാപത്തെ കഴുകി മാറ്റിയത് ഈ രക്തമാണ്. ഞാൻ നിന്റെ പാപത്തിനു വേണ്ടിയാണ് ചൊരിയപ്പെട്ടത്, ഞാൻ നിനക്ക് വേണ്ടിയാണ് ഈ കഷ്ടമൊക്കെ സഹിച്ചത്. യേശുവിന്റെ രക്തം സകല പാപവും പോക്കി എന്നെ ശുദ്ധീകരിക്കുന്നു. അപ്പൊ യേശുവിന്റെ രക്തം നമ്മോട് സംസാരിക്കുമ്പോൾ ശത്രുവിന്റെ പല വോയിസുകളെ നമുക്ക് ഡിസാം ചെയ്യാൻ പറ്റും, ഇടിച്ചു കളയാൻ പറ്റും. നിങ്ങളെ പാസ്റ്റ് നിങ്ങളെ ഉപദ്രവിക്കുന്നെങ്കിൽ, നിങ്ങളുടെ ലൈഫിനകത്ത് നിങ്ങളുടെ പാസ്റ്റിലുള്ള ചിന്തകൾ, നിങ്ങൾ പാസ്റ്റ് സംഭവിച്ചു പോയ നെഗറ്റീവായുള്ള കാര്യങ്ങൾ, തെറ്റുകൾ, കുറ്റങ്ങൾ, കുറവുകൾ, എന്തും ശത്രു നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ യു ക്യാൻ യൂസ് ദ പവർ ഓഫ് ബ്ലഡ്. യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയെ ഉപയോഗിക്കാനായി കഴിയും. തീർച്ചയായും നിങ്ങൾക്ക് പറയാം, യേശുവിന്റെ രക്തം എനിക്ക് വേണ്ടി സംസാരിക്കുകയാണ്. ഒരിക്കലും എനിക്ക് എഗെയിൻസ്റ്റ് അല്ല, എനിക്ക് വേണ്ടിയാണ്. ശത്രുവിന് എന്റെ മേൽ ക്ലെയിം ഇല്ല, ശത്രുവിന് എനിക്ക് വേണ്ടി ക്ലെയിം ഇല്ലാതിരിക്കാൻ തക്കവണ്ണം എന്നെ കഴുകി പൂർണ്ണമായും യേശുവിന്റെ രക്തം വെടിപ്പാക്കിയിരിക്കുക. അടുത്തൊരെണ്ണം പരിശുദ്ധാത്മാവ്. 6-മത്തെ കാര്യം പരിശുദ്ധാത്മാവ്. റോമലേഖനം 8-ാം അധ്യായം അതിന് 25 വാക്യം വായിക്കുമ്പോൾ മനസ്സിലാകും, പരിശുദ്ധാത്മാവ് നമ്മുടെ ബലഹീനതകളിൽ നമുക്ക് തുണ നിൽക്കും. നമ്മുടെ കഴിവില്ലായ്മകളിൽ, നമ്മളെ കൊണ്ട് കഴിയില്ല എന്ന് പറയുന്ന ചില സിറ്റുവേഷൻസിൽ നമ്മെ എംപവർ ചെയ്യുന്നതാണ് പരിശുദ്ധാത്മാവ്. ശത്രുവിന്റെ എല്ലാ വോയിസുകളെയും ഡിസാം ചെയ്യാൻ നമുക്ക് പരിശുദ്ധാത്മാവിനായി കഴിയും. അവിടെ റോമലേഖനം 8-ാം അധ്യായം 25 വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി നമ്മിലൂടെ സംസാരിക്കുന്നതായി, പ്രാർത്ഥിക്കുന്നതായി കാണാൻ കഴിയും. അവണ്ണം തന്നെ പരിശുദ്ധാത്മാവ് നമ്മുടെ ബലഹീനതകളിൽ തുണ നിൽക്കും. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടതെങ്കിൽ നമുക്ക് അറിയാത്ത അവസ്ഥകളിൽ നമുക്ക് വേണ്ടി ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് സംസാരിക്കും. എ പവർഫുൾ ഹെൽപ്പർ. ഏറ്റവും കഷ്ടങ്ങളിൽ അടുത്ത തുണയായി, സഹായകനായി പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയിരിക്കും.
ഏഴാമത്തേത് പ്രൈസ് ആൻഡ് വർഷിപ്പ്, സ്തുതിയും ആരാധനയും. അതും ഒന്നിന് മേലെ മറ്റൊന്ന് പറയാൻ കഴിയില്ല, എല്ലാം പവർഫുൾ ആണ്. പ്രൈസ് ആൻഡ് വർഷിപ്പ് എന്ന് പറയുന്നത് ഒത്തിരി ഉദാഹരണങ്ങൾ എന്ന് പറയാൻ പറ്റും. ഞാൻ അതിലേക്ക് ഒന്നും പോകുന്നില്ല. നമുക്ക് എല്ലാവർക്കും അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ പൗലോസും ശീലാസും തങ്ങളുടെ കാരാഗൃഹത്തിന്റെ അവസ്ഥയിലും അവർ പാടി കർത്താവിനെ ആരാധിക്കുന്നത്, സ്തുതിക്കുന്നത് കാണാൻ പറ്റും. അത് പുതിയ നിയമത്തിൽ. പഴയ നിയമത്തിലായാൽ 2 ദിനവൃത്താന്ത പുസ്തകം അതിന്റെ 20-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ യഹോശാഫാത്ത് എന്ന രാജാവിനെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. ഒരു യുദ്ധത്തിന്റെ സിറ്റുവേഷനിൽ സൈന്യമൊത്തം വളയുമ്പോൾ അവിടെ ശക്തി കൊണ്ടോ ബുദ്ധി കൊണ്ടോ ഫൈറ്റ് ചെയ്യാതെ ദൈവത്തെ സ്തുതിപ്പാനുള്ള ഗാനങ്ങൾ പാടുന്ന സംഗീതജ്ഞരെ ഫ്രണ്ടിൽ നിർത്തി യുദ്ധത്തിനായി പോകുന്നത് കാണാൻ പറ്റും. അതായത് ഇതൊന്നും നമ്മുടെ ശക്തി കൊണ്ട് സംഭവിക്കുന്നതല്ല, ദൈവത്തിന്റെ ആത്മാവിനാണ്. ദൈവത്തിന്റെ ആർമർ, ദൈവത്തിന്റെ ആയുധം, ഡിവൈൻലി പവർഫുൾ ആയുധങ്ങളെ നമ്മുടെ ലൈഫിൽ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുക. ഞാൻ 7 കാര്യങ്ങൾ പറഞ്ഞു. ഇതിന്റെ ആരംഭം മുതലുള്ള ചുരുക്കം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കും. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ലൈഫിൽ, ഡേ ടു ഡേ ലൈഫിൽ, സെക്കൻഡ് ബൈ സെക്കൻഡ് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു കാര്യമാണ് തോട്ട്സ്. നമ്മുടെ ലൈഫിൽ ഒത്തിരി തോട്ട്സ് വന്നുകൊണ്ടിരിക്കുക, ചിന്തകൾ. ഈ തോട്ട്സ് എന്ന് പറയുന്നത് നമ്മൾ വെറുതെ ഇങ്ങനെ കെട്ടഴിച്ചു വിടുന്ന പട്ടം പോലെ വിട്ടുകഴിഞ്ഞാൽ അത് തോന്നുന്ന പോലെ പോകും. തോന്നുന്ന പോലെ പോകുന്നു മാത്രമല്ല, അത് ഒന്നിനുമേൽ ഒന്നായി ഇങ്ങനെ ഓരോ ബ്രിക്ക് വയ്ക്കുന്ന പോലെ, ഓരോ കല്ല് വെക്കുന്ന പോലെ കെട്ടി 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 ചില കോട്ടകൾ നമ്മുടെ ജീവിതത്തിൽ പണിയും. കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങനെ പലതും പണിതിട്ടുണ്ടാവും. ഉദാഹരണം, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഡോമിനന്റ് ആയിട്ട് ചിന്തിക്കുന്ന തോട്ട് എന്താണോ ആ മേഖലയിലായിരിക്കും നിങ്ങൾ കൂടുതലായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുന്നത്. നമ്മളെപ്പോഴും ചിന്തിക്കുന്നത്, പലപ്പോഴും ദൈവവചനം വായിക്കാതെ നമ്മൾ ഡിസ്ട്രാക്ടറായി ഫെലോഷിപ്പ് ഇല്ലാതെ നടക്കുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ കർത്താവിനെ അറിയാത്തവരോ കർത്താവിന്റെ ലോർഡ്ഷിപ്പിനെ അംഗീകരിക്കാത്തവരോ ഒക്കെ ആണെങ്കിൽ അവരുടെ തോട്ട്സ് ഒക്കെ നമ്മൾ ഒത്തിരി സ്വാധീനിക്കും. അപ്പൊ നമ്മൾ ഇന്ന് രാവിലെ മുതൽ നമ്മുടെ സോഷ്യൽ മീഡിയയിലാണ് കുറേ സമയം കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ നമ്മൾ അതിലുള്ള തോട്ട്സുമായിട്ട് നമ്മൾ ഡോമിനേറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ നമ്മുടെ മൈൻഡ് അങ്ങോട്ട് തന്നെ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമ്മുടെ തോട്ട്സ് എങ്ങോട്ടാണോ കൂടുതലായിട്ട് നമ്മളെ കേന്ദ്രീകരിക്കുന്നത് ആ മേഖലയിൽ ചില സ്ട്രോങ് ഹോൾഡുകൾ, അതായത് പറഞ്ഞു സ്ട്രോങ് ഹോൾഡ് എന്ന വാക്കിന് അതെങ്ങനെ വിശദീകരിക്കും ചോദിച്ചാൽ, ഉദാഹരണത്തിന് ഞാൻ ആദ്യം പറഞ്ഞു, ഒരു കള്ളം നമ്മൾ വിശ്വസിക്കുമ്പോൾ ആ കള്ളത്തിനുള്ള പിന്നിലുള്ള ശത്രുവിനെ, ആ കള്ളം പറഞ്ഞ ആളെ നമ്മൾ എംപവർ ചെയ്യുകയാണ്. എംപവർ ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ ഒരു ഗ്രിപ്പ് കൊടുക്കുകയാണ്, ഒരു ഹോൾഡ് കൊടുക്കുകയാണ്. ഉദാഹരണത്തിന് എന്നോട് പറയാണ് എൻ്റെ അപ്പൻ എന്നെ സ്നേഹിക്കുന്നില്ല എന്നൊരാൾ പറയുമ്പോൾ ഞാനത് വിശ്വസിച്ചാൽ ആ കള്ളത്തിന് എൻ്റെ അകത്തൊരു ഹോൾഡ് വന്നു, ആ വ്യക്തിക്കും ഒരു ഹോൾഡ് കിട്ടി. ഇതുപോലെ ശത്രു നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഒത്തിരി കള്ളത്തരങ്ങളുണ്ട്. ഇത് നമ്മൾ വിശ്വസിക്കും തോറും ശത്രുവിന് നമ്മുടെ ജീവിതത്തിൽ ഓരോ ഹോൾഡ് കിട്ടുകയാണ്, ഗ്രിപ്പ് കിട്ടുകയാണ്, പിടിച്ചു നിൽക്കാൻ, ഒളിച്ചിരിക്കാൻ. ഈ കോട്ട പണിതാണ് പലപ്പോഴും ശത്രു നമ്മുടെ ജീവിതത്തിൽ ഒളിച്ചിരുന്ന് നമ്മളെ നശിപ്പിക്കുന്നത്. അപ്പോൾ ഈ കോട്ട നമ്മൾ തന്നെ പണിതാണ്. ശത്രു നമുക്ക് കിട്ടുന്ന ചിന്തകളെ വെച്ച് നമ്മൾ പണിതാണ്. അപ്പൊ ഈ കോട്ട ഒരു സ്ട്രോങ് ഹോൾഡ് പോലെ ആയിരിക്കുമ്പോൾ അതിനെ ഇടിച്ചു കളയാനാണ് ഇവിടെ 2 കൊരിന്ത്യർ 10-ാം അധ്യായം 3 മുതൽ വാക്യം പറയുകയാണ്. ഇതിനെ ഇടിച്ചു കളയാൻ നമുക്ക് വെപ്പൺസ് ഉണ്ട്, പക്ഷെ അത് ശക്തി കൊണ്ടോ ബുദ്ധി കൊണ്ടോ അല്ല, ഭൗതികമായ ഒന്നുമല്ല, ഡിവൈൻലി പവർഫുൾ ആയിട്ടുള്ള ദൈവത്തിന്റെ കരങ്ങളാൽ ശക്തിയുള്ള ചില കാര്യങ്ങളാണ്. അതുപയോഗിച്ച് നമുക്കിതിനെ ഇടിച്ചു കളയാൻ പറ്റും. അത് തുടങ്ങുന്ന എവിടെ നിന്നാണ്? ടേക്കിംഗ് എവറി തോട്ട്സ് ക്യാപ്റ്റീവ്. ഓരോ ചിന്തകളെയും നിങ്ങൾ പിടിച്ചെടുത്തുകൊണ്ടാണ് തുടങ്ങുന്നത്. എങ്ങനെ പിടിച്ചെടുക്കാൻ പറ്റും? അതിനാണ് നമ്മൾ ആദ്യം പറഞ്ഞ് ദൈവത്തിന്റെ വചനം. ഇറ്റ്സ് എ ഫിൽറ്റർ. നമ്മൾ സാധാരണ ചായ ഇടുമ്പോൾ അതിനെ അരിപ്പ വെച്ച് അരിക്കുന്ന പോലെ നമ്മുടെ ലൈഫിൽ വേണ്ടതും വേണ്ടാത്തതും തിരിച്ചറിയുന്ന ഫിൽറ്ററാണ്, ഫിൽറ്റർ പേപ്പറാണ് ദൈവത്തിന്റെ വചനം. ഒരു തോട്ട്, ഒരു ചിന്ത, ഒരു ശബ്ദം നമ്മളിലേക്ക് വരുമ്പോൾ അത് ദൈവത്തിൽ നിന്നുള്ളതാണോ ശത്രുവിന്റെ വോയിസ് ആണോ തിരിച്ചറിയണമെങ്കിൽ ഈ ഫിൽറ്റർ പേപ്പർ നോക്കണം. ദൈവത്തിന്റെ വചനം അതിനെ അരിച്ചെടുക്കും. അത് നമുക്ക് വേണ്ടതാണോ വേണ്ടാത്തതാണോ? വേണ്ടാത്തതാണെങ്കിൽ എന്ത് ചെയ്യണം? അപ്പോൾ തന്നെ ക്രിസ്തുവിനുള്ള അനുസരണത്തിനായി പിടിച്ചെടുക്കണം. അതിനെ ക്യാപ്റ്റിവേറ്റ് ചെയ്യണം, അതിനെ അഴിച്ചു വിടരുത്. ഹല്ലേലൂയ. അതിന്റെ ഫസ്റ്റ് സ്റ്റേജ് തന്നെ അതിനെ അബോർട്ട് ചെയ്യണം, അവസാനിപ്പിക്കണം. പിന്നെ അതിനൊരു ചാൻസ് കൊടുക്കരുത്. എവറി തോട്ട്സ് ക്യാപ്റ്റീവ്. ഇത് നമ്മുടെ മൈൻഡിനെ പ്രോഗ്രാം ചെയ്യുന്ന പോലെയാണ്. ആദ്യമൊക്കെ നമ്മൾ വാഹനം ഓടിക്കാൻ പഠിക്കുമ്പോൾ ആദ്യം എല്ലാവരും പറയും സ്റ്റിയറിംഗ് പിടിക്കണം. അപ്പൊ നമ്മൾ സ്റ്റിയറിംഗ് പിടിച്ചിരിക്കും. അത് കഴിഞ്ഞിട്ട് പറയും ക്ലച്ച് ചവിട്ടണം. അപ്പൊ നമ്മൾ ക്ലച്ച് ഇങ്ങനെ നോക്കും, കാരണം ക്ലച്ച് എവിടെ നിന്ന് അറിയത്തില്ല. ബ്രേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ നോക്കും. അത് കഴിയുമ്പോൾ ഇത് ഈ ബാലൻസ് പോവും. ശ്രദ്ധിച്ചിട്ടില്ലേ? ഇങ്ങനെ വളരെ കഷ്ടപ്പെട്ടാണ് വണ്ടി ഓടിക്കുക. 2 കൈ ഇങ്ങനെ തന്നെ പിടിച്ചിരിക്കും, മുന്നോട്ട് നോക്കിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് നമ്മളിങ്ങനെ നോക്കും, നമുക്ക് ഒരു ഐഡിയ ഇല്ല. കാര്യം എന്താ? നമ്മുടെ മൈൻഡ് പ്രോഗ്രാംഡ് അല്ല. എവിടെ ക്ലച്ച് ഇരിക്കുന്നു, എവിടെ ബ്രേക്ക് ഇരിക്കുന്നു, ഒരു ഐഡിയ ഇല്ല. പക്ഷെ നിങ്ങൾ ഇപ്പോഴോ വണ്ടി ഓടിച്ച് കുറെ നാളായപ്പോഴോ ക്ലച്ച് എവിടെ നിന്ന് അറിയത്തില്ല, ബ്രേക്ക് എവിടെ നിന്ന് അറിയത്തില്ല, സ്റ്റിയറിംഗിൽ ഒരു കൈ പിടിച്ചാലായി, പിടിച്ചില്ലെങ്കിലായി. എന്തെല്ലാം നോക്കുന്നു, ആളോട് സംസാരിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുന്നു, കുറെ ചിന്തിച്ചുകൊണ്ട് ഓടിക്കുന്നു. വണ്ടി ഓടിക്കുന്ന സമയത്ത്
അടുത്തിരിക്കുന്ന പഠിപ്പിക്കുന്ന ആളെ പോലും നോക്കാൻ നമുക്ക് സമയമില്ല. ഇപ്പൊ നാട്ടിലുള്ള എല്ലാവരുടെ കാര്യം നമ്മൾ നോക്കും, എല്ലാം നോക്കി വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മൾ അറിയത്തുള്ളൂ. പോകാൻ സ്ഥലത്ത് എത്തിക്കഴിയുമ്പോൾ അറിയാം, അയ്യോ എത്തിക്കഴിഞ്ഞോ. എന്തുകൊണ്ടാ? മൈൻഡ് പ്രോഗ്രാംഡായി. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനകത്ത് ഒരു പ്രോഗ്രാം അറിയാതെ വന്നു, അത് ഫോമായി. ഇപ്പോ കാല് ഒരു കുറിയ പട്ടിയാടിയിൽ അറിയാതെ നേരെ ബ്രേക്കിലേക്ക് പോയി. ഇപ്പൊ ബ്രേക്ക് എവിടെ നോക്കേണ്ട കാര്യമില്ല. എല്ലാ കാര്യം ബ്രേക്ക് എവിടെയാണെന്ന് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മൾ എഴുതി പിടിപ്പിച്ചു കഴിഞ്ഞു. ഇതുപോലെയാണ് ആദ്യമൊക്കെ ഈ തോട്ട് വരുമ്പോൾ വേണ്ട 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 എന്ന് ഓരോ പ്രാവശ്യം പറയേണ്ടി വരും. പിന്നെ പിന്നെ അവൻ മൈൻഡിനറിയാം ഇത് ഇവന് ആവശ്യമുള്ളതല്ല. ഇന്ന് പല തോട്ട്സ് ചുമ്മാ ഒന്നുകൊണ്ടൊരു കാര്യം അറിയാമോ, നിങ്ങൾ അതിനൊക്കെ കഴിഞ്ഞ ആളുകൾ പിടിച്ചെടുത്തില്ല. മൈൻഡ് കയറിയിട്ട് ഇതെല്ലാം അവന് ആവശ്യമുള്ളതാണെന്നാണ്. ടേക്കിംഗ് എവറി തോട്ട് ക്യാപ്റ്റീവ്. ഓരോ തോട്ടിനെ എന്ത് ചെയ്യണം? അരിച്ചെടുക്കണം, പിടിച്ചെടുക്കണം. ഇത് വേണോ വേണ്ട. അപ്പൊ മൈൻഡ് രേഖപ്പെടുത്തും, ഇന്ന് വിനോദ് ഇന്ന തോട്ടിനെ റിജക്ട് ചെയ്തു. അപ്പൊ നാളെ കുറച്ചുകൂടെ കുറച്ച് ജസ്റ്റ് ലൈക്ക് ഇപ്പൊ നിങ്ങൾ യൂട്യൂബിൽ നോക്കിയേ, ഒരു അൽഗോരിതം സെറ്റഡ് ആണ് അല്ലേ. ഇപ്പൊ രാവിലെ ബാലു സെർച്ച് ചെയ്യാണ് ഹൗ ടു മേക്ക് എ ബിരിയാണി. സെർച്ച് ചെയ്ത് അന്ന് സ്വിഗ്ഗിയിലെ കുറേ പരസ്യം വരും. കാരണം അവന് മനസ്സിലായി ബിരിയാണിയോട് എന്തോ ഇഷ്ടമുണ്ട്, ഇന്നെന്തോ ഉണ്ടാക്കാനുള്ള പ്ലാൻ ഉണ്ട്. അവരതുമായി ബന്ധപ്പെട്ടുള്ള ഒരേ ആഡിന്റെ ബഹളമായിരിക്കും. പിന്നെ വൈകുന്നേരം നമുക്ക് കുറെ കുക്കിംഗ് ചാനലൊക്കെ ഇറക്കാൻ പറ്റും. എന്തുകൊണ്ടാ? നമ്മുടെ മൈൻഡ്, നമ്മുടെ ചിന്തിച്ച സാധനം അവർ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ ഒരു അൽഗോരിതം സെറ്റ് ചെയ്ത് നമ്മുടെ ഇൻട്രസ്റ്റ് എന്താണ്, നമ്മുടെ ഇഷ്ടം എന്താണെന്ന് പ്രോഗ്രാം ചെയ്തു. ആ നിമിഷം മുതൽ അവർ നമ്മോട് സജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും, ഇത് കൊള്ളാമോ, ഇത് കൊള്ളാമോ. മനസ്സിലായോ? പക്ഷെ നമ്മൾ ചിലപ്പോൾ ചില വീഡിയോസ് വരുമ്പോൾ നമ്മൾ നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന ഓപ്ഷൻ ഉണ്ട്. ക്ലിക്ക് ചെയ്ത് 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് കൊടുത്തു നോക്കിയേ. സ്ഥിരം ഒരു ശീലമാക്കി നോക്കിയേ. നിങ്ങൾ നോട്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന സാധനത്ത് ബന്ധപ്പെട്ടുള്ള സാധനങ്ങൾ പിന്നെ 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 യൂട്യൂബ് സജസ്റ്റ് ചെയ്യത്തില്ല. അത് യൂട്യൂബ്, അത് നിസ്സാര സാധനം. ഇത് പവർഫുൾ വെരി പവർഫുൾ. നമ്മുടെ ബ്രെയിനെ പോലെ പവർഫുൾ ഉള്ള ഒരു സാധനം ഈ ലോകത്തിലില്ല. ഏതൊരു സൂപ്പർ കമ്പ്യൂട്ടറിനെക്കാളും പവർഫുൾ ആണ്. അതിനെ നമുക്ക് റീവേർ ചെയ്യാൻ പറ്റും ബൈ ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നമ്മൾ പഠിപ്പിക്കുകയാണ് ബ്രെയിനോട്, ഇതൊക്കെയാണ് എനിക്ക് വേണ്ടത്. എന്റെ ലൈഫിന്റെ ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്നത് വേർഡ് ഓഫ് ഗോഡ്. ഇതിനെ പഠിക്കുന്നു. അതോടൊപ്പം രാവിലെ പോയപ്പോൾ വഴിക്ക് അത് കൊള്ളാമോടാ, നോ എനിക്ക് വേണ്ട. ഇത് കൊള്ളാമോ, വേണ്ട. ഇത് സജഷൻ പോലെയാണ്. യൂട്യൂബ് സജസ്റ്റ് ചെയ്യുന്ന പോലെ നിങ്ങളുടെ ബ്രെയിൻ സജസ്റ്റ് ചെയ്യാണ്. വേണോ വേണോ വേണോ, നോ പറയാൻ ശീലിക്കണം. ക്യാപ്റ്റീവ്, പിടിച്ചെടുക്കണം, അതിനെ പിടിച്ചടക്കണം. മുങ്ങി വരണ്ട, വേണ്ട വേണ്ട വേണ്ട, നോട്ട് ഇൻട്രസ്റ്റഡ്. അപ്പൊ മൈൻഡ് റീഡ് ചെയ്യും. സോ നാളെ ആകുമ്പോൾ കുറച്ചുകൂടി കുറയും, പിന്നെ ആകുമ്പോൾ കുറച്ചുകൂടി കുറയും. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, വണ്ടി ഓടിക്കും പഠിച്ചതുപോലെ. ഇപ്പോഴുണ്ടോ കുറച്ച് കഴിയുമ്പോൾ എങ്ങനെ പോയാലും വേണ്ടാത്തൊന്നും വരത്തേയില്ല. കാരണം ഫിൽട്ടർ പേപ്പർ അങ്ങ് ഓൾറെഡി സെറ്റായി. ഇതുപോലെയാണ്, ഇതിനെയാണ് പൗലോസ് വളരെ മനോഹരമായി എഴുതിയിരിക്കുന്നത്, റിന്യൂവിങ് ഓഫ് യുവർ മൈൻഡ്. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. കൊരിന്ത്യർ ലേഖനം പറയാം 5:17 പറയുകയാണ്, നമ്മളിനി പഴയ സൃഷ്ടിയല്ല പുതിയ സൃഷ്ടി. പക്ഷെ പുതിയ സൃഷ്ടി ഒറ്റയടിക്ക് സോഫ്റ്റ്വെയർ ഒന്നും മാറിയിട്ടില്ല. സോഫ്റ്റ്വെയർ ഒക്കെ പഴയ സാധനമാണ്. പക്ഷെ എന്ത് ചെയ്യണം? അപ്ഡേറ്റ് ചെയ്യണം. നമ്മള് ഈ ഹാർഡ്വെയറും പഴയതാ, സോഫ്റ്റ്വെയറും പഴയതാ. പക്ഷെ നമുക്ക് അകത്തൊരു എന്താ പറയുക, ഏറ്റവും കോറായിട്ടുള്ള സാധനം ദൈവം തന്നു, പുതിയൊരു സ്പിരിറ്റ് തന്നിരിക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് ഒന്നായിരിക്കുന്ന ലൈവ് ടു ഗോഡ്, ദൈവത്തിന് ജീവിക്കുന്ന ഒരു സ്പിരിറ്റ് നിൽക്കുകയാണ്. നമ്മൾ അതിനനുസരിച്ച് തോട്ട്സിനെ പ്രോഗ്രാം ചെയ്യണം. പുതിയ ചില സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണം, വേണ്ടത്തൊക്കെ ഡിലീറ്റ് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്യാനുള്ള അപ്ഡേറ്റ് ചെയ്യണം. ഡെയിലി ബേസിൽ ദൈവത്തിന്റെ വചനവുമായി നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. ഇങ്ങനെ മാത്രമേ നമ്മുടെ മൈൻഡിനെ പ്രോഗ്രാം ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇറ്റ്സ് വെരി പവർഫുൾ. നമ്മൾ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ലൈഫ് തന്നെ വേറൊരു തരത്തിൽ പോയേക്കാം. കാരണം വാട്ട് യു തിങ്ക് യു ബിക്കം. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നോ അങ്ങനെ നിങ്ങൾ ആയിരിക്കും. അങ്ങനെ ആകുന്നു എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അപ്പൊ സോ ഇവിടെ ഇരുന്ന് ഇപ്പൊ ബിനു ഇവിടെ ചിന്തിക്കുകയാണ്, ഞാൻ എന്താണ്, നിങ്ങൾ എന്താണ് കണ്ടിന്യൂസ് ചിന്തിക്കുന്നത് അതാണ് നാളെ നിങ്ങൾ. ഹല്ലേലൂയ. സോ നമ്മൾ നമ്മുടെ ലൈഫിനെ നമുക്ക് തന്നെ നിയന്ത്രിക്കാനുള്ള ഫുൾ പൊട്ടൻഷ്യൽ ദൈവം നമ്മുടെ ഉത്ഭവിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് സാധ്യമാണ്, നിങ്ങൾ ചിന്തിക്കുന്ന എന്തും നിങ്ങൾക്ക് സാധ്യമാണ്. നിങ്ങൾക്ക് കഴിയില്ല എന്ന് ചിന്തിക്കുന്നതെല്ലാം കഴിയില്ല എന്ന് തന്നെയാണ്. സോ അതുകൊണ്ട് അവൻ പറഞ്ഞു, ഐ ക്യാൻ ഡു ഓൾ തിങ്സ്. എനിക്ക് എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം സകലതും ചെയ്യുവാനായി കഴിയും. എനിക്കൊന്നും ചെയ്യുവാൻ കഴിയാത്തതില്ല. യേശു ഒരിക്കലും നമുക്ക് കഴിയില്ല എന്ന് പറയത്തില്ല. കാരണം ശിഷ്യന്മാർ യേശുവിന് പറഞ്ഞു, യേശുവേ നമുക്ക് തീ ഇറക്കാമോ? യേശു നിങ്ങൾ കഴിയില്ലെന്ന് പറഞ്ഞില്ല. കാരണം യേശുവിന് അറിയാം അവർക്ക് അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. പക്ഷെ യേശു പറഞ്ഞു, ഇൻ വിച്ച് സ്പിരിറ്റ്, ഏത് ആത്മാവിലാണ് നിങ്ങൾ സംസാരിക്കുന്നത്? നമ്മുടെ മോട്ടീവാണ് ദൈവം അവിടെ ക്വസ്റ്റ്യൻ ചെയ്തത്, നമ്മുടെ കഴിവിനെ ക്വസ്റ്റ്യൻ ചെയ്തില്ല. സോ നമുക്ക് ദൈവത്തിന്റെ പൊട്ടൻഷ്യൽ വളരെ വലുതാണ്. ഓരോ ചിന്തകളെയും നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റും, ഓരോ ദിവസവും ട്രെയിൻ ചെയ്യാൻ പറ്റും. അത് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. കാരണം
നേരത്തെ പറഞ്ഞ അത് കാര്യം നിങ്ങൾ എപ്പോഴും ഓർത്താൽ മതി. ആ ബുദ്ധിമുട്ടൊന്നും മനസ്സിലായിക്കോളാം. വണ്ടി ഓടിക്കാൻ പഠിക്കുന്നതേ ഉള്ളൂ. പക്ഷെ പഠിച്ചു കഴിയുമ്പോൾ ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. നിങ്ങൾ പോലും അറിയാതെ എവിടെയൊക്കെ ബ്രേക്ക് ഇടണോ അവിടെയൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ കാല് പോയി ചവിട്ടും. സഡൻ ബ്രേക്ക് ആയിക്കോളും. അതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് പ്രോഗ്രാം ആയിക്കോളും. ദൈവത്തിന്റെ വചനമാണ് കൃത്യമായിട്ടുള്ള ബ്രേക്സ് ആൻഡ് എന്താ പറയാ ഓരോ ബൗണ്ടറീസും ഒക്കെ ഫിക്സ് ചെയ്യുന്നത്. ദൈവത്തിന്റെ വചനം പറയും ഇത് നമുക്കുള്ളതല്ല, കട്ട്, ഇത് നമുക്കുള്ളതല്ല, എന്താണ് വേണ്ടാത്തത്, എന്ത് വേണം. ദൈവത്തിന്റെ വചനം സിഗ്നൽ തരും, കൃത്യമായി അതിനെ കട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ ലൈഫ് മനോഹരമായി മാറും. സോ എവറി തോട്ട്സിനെ ക്യാപ്റ്റിവേറ്റ്, പിടിച്ചെടുക്കുക. അതിനുള്ള സീരീസ് ഓഫ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. 1 ദൈവത്തിന്റെ വചനം, 2 പ്രാർത്ഥന, 3 വിശ്വാസം, 4 യേശുവിന്റെ നാമം, 5 യേശുവിന്റെ രക്തം, 6 പരിശുദ്ധാത്മാവ്, 7 പ്രൈസ് ആൻഡ് വർഷിപ്പ്, ആരാധനയും സ്തുതിയും. ഇത് നമ്മുടെ ലൈഫിനകത്ത് ആപ്ലിക്കബിൾ ആക്കിയാൽ, നമ്മൾ ഓരോ ദിവസവും അപ്ലൈ ചെയ്താൽ നമുക്ക് നമ്മുടെ ലൈഫിനെ ഏറ്റവും മനോഹരമാക്കി മാറ്റാൻ പറ്റും. മാത്രമല്ല ശത്രുവിന്റെ ഏത് അനുസരണക്കേടിനെയും ചോദ്യം ചെയ്യാൻ നമ്മൾ ശക്തിയുള്ളവരായി തീരും. അവരുടെ വചനം അതാണ്. അത് മറ്റൊരു ചിന്തിക്കാം. ഏത് അനുസരണക്കേടിനെയും ചോദ്യം ചെയ്യാൻ നമ്മൾ ശക്തിയുള്ളവരായി മാറും. കാരണം നമ്മൾ ക്രിസ്തുവിനുള്ള അനുസരണത്തിൽ തികഞ്ഞവരായി മാറും. അതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. പൗലോസ് പറയുന്ന പോലെ ക്രിസ്തു എന്ന തലയോളം നിങ്ങൾ വളരണം. ഇത് ഒറ്റ ദിവസം സംഭവിക്കുന്നതല്ല. ബൈ ദ റിന്യൂവിംഗ് ഓഫ് യുവർ മൈൻഡ്, മനസ്സ് പുതുക്കുന്നതിലൂടെ പറ്റും. ആമേൻ, ഹല്ലേലൂയ. സോ പരിശുദ്ധാത്മാവ് നിങ്ങൾ അതിനായി സഹായിക്കട്ടെ. നിങ്ങളുടെ ലൈഫിൽ വരുന്ന ഓരോ ദിവസം ദിനം പ്രതിയുള്ള ഓരോ തോട്ട്സിനെയും പിടിച്ചെടുക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. അതിനായി പ്രാർത്ഥിക്കും. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവെ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനാണ് നന്ദി അപ്പാ. ഞങ്ങളുടെ ചിന്തകളെ നിയന്ത്രിപ്പാൻ, ഞങ്ങളുടെ സ്വർഗീയമായ ഡിവൈൻലി പവർഫുൾ ആയുള്ള വെപ്പൺസ് ഉപയോഗിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കിയാണ്ടപ്പാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞങ്ങൾ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാണല്ലപ്പാ. ഞങ്ങൾക്ക് അസാധ്യങ്ങളൊന്നുമില്ല എന്ന് വചനം പറയുന്നുണ്ട്. ശത്രുവിൻ്റെ ഉള്ള ഏതെങ്കിലും കള്ളങ്ങൾ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നുവെങ്കിൽ അതിനെ ഇപ്പോൾ തന്നെ ഇടിച്ചു കളയുവാൻ ഞങ്ങൾക്ക് വെളിപ്പാട് നൽകിയാട്ടപ്പാ. ഹൃദയങ്ങൾ കഥാവെ അങ്ങ് പ്രകാശിപ്പിച്ചാട്ടെ. താങ്ക് യു ഫാദർ. അങ്ങനെ വചനത്തിന്റെ വെളിച്ചം ഞങ്ങൾ നൽകിയാട്ടെ. വചനം വായിക്കുവാനും ധ്യാനിക്കുവാനും വലിയ ആഗ്രഹം നൽകിയാട്ടപ്പാ. പ്രാർത്ഥിക്കുവാൻ, അങ്ങുമായുള്ള ബന്ധത്തിലായിരിക്കാൻ വലിയ വാഞ്ച നൽകിയാട്ടെ കഥാവെ. മടുത്തു പോകാതെ പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ സഹായിച്ചാട്ടെ. അങ്ങയുടെ ഹിതത്തെ ഞങ്ങൾക്ക് അധികമായി വെളിപ്പെടുത്തി നൽകിയാട്ടെ. അങ്ങാകും തലയോളൊത്ത് വളർന്നു വരുവാൻ സഹായിച്ചാട്ടെ. താങ്ക് യു ഫാദർ. ഞങ്ങളെ മനസ്സ് പുതുക്കുന്ന ഈ യാത്രയിലപ്പാ ഞങ്ങൾ അധികമായി പരിശുദ്ധാത്മയുടെ ശക്തിയാൽ ഞങ്ങളെ സഹായിച്ചാട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയ മക്കളെ അനുഗ്രഹിക്കുന്നപ്പാ. പുതിയ തീരുമാനങ്ങൾ എടുക്കുവാൻ, ചില കാര്യങ്ങളൊക്കെ പിടിച്ച് അടക്കി മാറ്റുവാൻ, ചിലതിനൊക്കെ വളരുവാൻ അനുവദിക്കാതിരിക്കാൻ അവരെ സഹായിച്ചാട്ടെ. അവരുടെ ലൈഫിനകത്ത് കഥാവേ ഏത് പുഷ്പം പൂക്കണമെന്ന് അവർ തീരുമാനിക്കട്ടെ. അവരുടെ ഹൃദയമാകുന്ന ഗാർഡനകത്ത് ഏത് ചെടി വളരണം, ഏത് വളരണ്ടാന്ന് തീരുമാനിക്കാൻ അങ്ങ് ശക്തി കൊടുത്തിരിക്കാൻ സ്തോത്രം. അധികമായി എംപവർ ചെയ്താട്ടെ. അവരുടെ ലൈഫ് ഏറ്റവും മനോഹരമായ ഒരു പൂന്തോട്ടമായി മാറട്ടെ. അങ്ങ് ആഗ്രഹിക്കുന്ന പൂക്കൾ മാത്രം കായ്ക്കുന്ന ഒരു നല്ല പൂന്തോട്ടമായി മാറട്ടെ. പരിശുദ്ധാത്മാവെ അങ്ങ് സഹായിച്ചാട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ.